മണലൂർ നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപനെ വിജയിപ്പിക്കുമെന്ന് കെ.പി.എസ്.ടി.എ. മുല്ലശ്ശേരി ഉപജില്ലാ സമ്മേളനം ആഹ്വാനം ചെയ്തു. 10 വർഷക്കാലമായി തുടർച്ചയായി ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അധ്യാപകരെയും ജീവനക്കാരെയും ദ്രോഹിക്കുന്ന നിലപാടുകളുമായിട്ടാണ് മുന്നോട്ടു പോയതെന്ന് നേതാക്കൾ പറഞ്ഞു. 5 വർഷമായി DA കുടിശ്ശിക തരാതിരിക്കുകയും ഇലക്ഷന് തൊട്ടുമുമ്പ് ആ കുടിശ്ശിക തരാമെന്ന് പറയുകയും അതിനുവേണ്ട ഉത്തരവ് ഇറക്കാതിരിക്കുകയും ചെയ്ത സർക്കാർ മെഡിസെപ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ അധ്യാപകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് കൈക്കൊണ്ടത്. കേട്ടറ്റ് വിഷയത്തിലും അധ്യാപകരെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്തത്. മണലൂർ നിയോജക മണ്ഡലത്തിൽ 10 വർഷക്കാലമായി വികസന മുരടിപ്പാണ് നിലനിൽക്കുന്നതെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. ഈ സാഹചര്യത്തിൽ വികസനത്തിനും സൗഹൃദത്തിനുമായി നിലകൊള്ളുന്ന ടി.എൻ. പ്രതാപനെ വിജയിപ്പിക്കാൻ കെ.പി.എസ്.ടി.എ. മുല്ലശ്ശേരി ഉപജില്ലാ സമ്മേളനം ആഹ്വാനം ചെയ്തു. സമ്മേളനം കെ.പി.എസ്.ടി.എ. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി.യു. ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് ബോബി ജോസ് അധ്യക്ഷനായി. റവന്യൂ ജില്ലാ ട്രഷറർ ജിൽസൺ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ ജില്ലാ ഭാരവാഹികളായ ഷാജു CF, ടോണി ഫ്രാൻസിസ്, ജെയ്സൺ CF, ജെയ്സി KK, ജോൺ ക്ലിന്റ് എന്നിവർ സംസാരിച്ചു.